ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൽ നമ്മുടെ വേദ വീണ്ടും ദീപ്തിയോട് സംസാരിക്കുകയാണ് വിക്രത്തിനു വേണ്ടിയിട്ട്. വരുണിന് ഒരിക്കലും വിക്രം അല്ല കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത് വെറുതെ തെറ്റായ ധാരണയാണ്. അത് ശ്രീയേട്ടനും കൂട്ടുകാരും കൂടി പറഞ്ഞു പരത്തിയ കഥയാണ്. നീ സത്യങ്ങൾ തിരിച്ചറിയണം ദീപ്തി എന്നൊക്കെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദീപ്തി സമ്മതിക്കുന്നില്ല. ചേച്ചിക്ക് വിക്രമേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഞാനൊരിക്കലും അത് വിശ്വസിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ വീണ്ടും പറയുന്നുണ്ട്, വിക്രത്തിന് വരുണിനോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ വരുൺ എല്ലാ കാര്യങ്ങളും വിക്രത്തിനോട് തുറന്നു പറയുമായിരുന്നോ? നീയും വരുണും തമ്മിൽ പറയുന്ന കാര്യങ്ങൾ പലതും വിക്രത്തിനോടാണ് വരുൺ പറഞ്ഞത്. നീ ഇങ്ങനെ സംശയിക്കരുതെന്ന് പറയാണ്. അപ്പോൾ ദീപ്തിയോ പറയും, ചേച്ചിക്ക് വിക്രമേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി കളയുമെന്നൊക്കെ വേദയോട് ദീപ്തി പറയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി, ഇവളോട് ഇപ്പോൾ വിക്രത്തിനെ വേണ്ടി കൊണ്ടുവരുന്ന കാര്യം പറയാതിരിക്കുക നല്ലത്. വിക്രം വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്നുള്ള കാര്യം ദീപ്തിയോട് പറയണോ വേണ്ടേന്ന് ആലോചിക്കാമെന്ന് വേദ വിചാരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് മാഷിനെയും മക്കളെയും ഇൻസ്പെക്ടർ സാബു വല്ലാതെ ഉപദ്രവിച്ചു. അത് കഴിഞ്ഞിട്ട് സാബുവിനോട് മാഷ് പറയും, എൻ്റെ മകൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ പെരുമാറി. എൻ്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ എൻ്റെ മേത്ത് കൈവയ്ക്കാൻ ധൈര്യം കാണിക്കില്ലായിരുന്നു എന്നൊക്കെ മാഷ് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വേദയുടെ കോള് കമലത്തിന് വന്നു. കമലത്തിനെ സമാധാനിപ്പിക്കുന്ന വിധത്തിൽ വേദ സംസാരിച്ചു. അമ്മ, ഞാൻ തിരിച്ചു വരും. വിക്രത്തിനെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. വിക്രമിൻ്റെ മേലിലുള്ള ഈ കുറ്റങ്ങളെല്ലാം അകറ്റി ഞാൻ വീണ്ടും തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് വേദ കമലത്തിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് മാഷും മക്കളും വീട്ടിലേക്ക് വരുന്ന കാണുമ്പോൾ എല്ലാവരും കൂടി ചെല്ലും. എന്താ സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ മാഷ് പറയും, ഒരേ കാര്യങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുറന്നു പറഞ്ഞു എന്നൊക്കെ പറയാം കേട്ടോ. ഇത് കാണുമ്പോൾ കമലൻ ചോദിക്കുക, എന്താ നിങ്ങളുടെ മുഖത്തൊരു പാടെന്ന് ചോദിച്ച് മാഷിൻ്റെ അടുത്തേക്ക് കമലൻ ചെല്ലുകയാണ്. അപ്പോൾ കമലത്തിൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒന്നും പറയാൻ പറ്റാതെ മാഷ് ഒരു നിമിഷം നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനായകൻ പറയുക, ഇനി എന്തിനാ മറച്ചു വെക്കണേ, ഇവർ അറിയട്ടെ എന്ന് പറഞ്ഞ് വിനായകൻ എല്ലാ കാര്യവും പറയാണ്. വിക്രത്തിനെ ഒളിപ്പിച്ചത് ഞങ്ങളാണെന്നും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും സ്റ്റേഷനിൽ വെച്ച് തല്ലി ചതച്ചു ആ ഇൻസ്പെക്ടർ സാബു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ വിനായകൻ പറയും, നന്ദിനി ഇത്തിരി ചൂടുവെള്ളം എടുക്കുക, എന്നെ ഒന്ന് ആവി പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് വിനായകൻ വേഗം തന്നെ ഷർട്ടൂരി അവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ആവി പിടിക്കാനായിട്ട് ചൂടുവെള്ളം കൊണ്ട് വരുമ്പോൾ ഓരോന്ന് പറയും, വല്ലവരും ചെയ്യുന്ന തെറ്റിന് കുടുംബത്തിലുള്ളവർ വേണം അനുഭവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ വിക്രത്തിനെ കുറ്റപ്പെടുത്തുകയാണ്. ഈ സമയത്ത് മാഷ് പറയും, ഇപ്പോൾ നിങ്ങളെല്ലാം എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ മകൻ ഇവിടെ ഇല്ലല്ലോ, പക്ഷെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അവനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആർക്കും എന്തും പറയാം, എന്തും പ്രവർത്തിക്കുകയും ചെയ്യാം. എൻ്റെ മകൻ ഇങ്ങോട്ട് വരട്ടെ, ഇതിനുള്ളതെല്ലാം അവൻ എല്ലാവർക്കും കൊടുത്തോളും. ഇപ്പോൾ നീർക്കോലി പോലും തല പൊക്കണ കാലമാണെന്ന് നന്ദിനിയെ ഉദ്ദേശിച്ചിട്ട് മാഷ് പറയാണ് കേട്ടോ. അപ്പോൾ അതിലെ വിനയം പറയും, എനിക്കും കിട്ടി, എൻ്റെ പുറവും ആകെ ചതഞ്ഞിരിക്കുകയാണെന്ന് പറയും കേട്ടോ ശ്രീജയോട്. അപ്പോൾ ശ്രീജ നോക്കുമ്പോഴും അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ മരുന്നൊക്കെ പിടിച്ച് ആവി പിടിച്ച് കൊടുക്കുകയാണ് നമ്മുടെ നന്ദിനിയും ശ്രീജയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ നമ്മുടെ വിക്രം ഇതിനെയും കൊണ്ട് നമ്മുടെ വേദ അവിടെ നിന്ന് വേദയുടെ അടുത്തേക്ക് വിക്രത്തിനെയും കൊണ്ട് ഇഷ ഡോക്ടർ വരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫോണൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് നമ്മുടെ ഡോക്ടർ. എന്തായാലും നമ്മുടെ വിക്രം വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ മാഷിനെ സാബു എന്തൊക്കെ ചെയ്തു എന്നുള്ള വിവരം അറിയുകയും അതിനുള്ള പ്രതികാരങ്ങളുമായിട്ട് നമ്മുടെ വിക്രം വരും. നമുക്ക് നമ്മുടെ കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ പവിത്രം. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.